നമ്മളിപ്പം ഈ ഒരു കുട്ടി, ആ കുട്ടിയോട് ഒരാൾ മോശമായി പെരുമാറുന്ന കുട്ടിക്കൊരു ബോധ്യം വരും. ഏത് പ്രായത്തിലാണെങ്കിലും ഒരു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ സെൻസിറ്റീവാണ്. ഒരുപാട് ഓൺലൈൻ വഴിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇവർക്ക് ഇത് എന്താണെന്ന് അറിയാം. ഇപ്പം നമ്മൾ നേരത്തെ പറയുന്ന ഒരു കാര്യമാണ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നോട് ചെയ്ത് തെറ്റാണെന്ന് ആ കുട്ടിക്ക് ബോധ്യം വന്നാൽ ആ കുട്ടി അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അതായത് എവിടെയാണിത് പറയേണ്ടത്? ഇപ്പം അച്ഛനും അമ്മയോട് മാത്രമല്ലാതെ നമുക്ക് എവിടെയൊക്കെ സമീപിക്കാം? കുട്ടിക്ക് എവിടെയും സമീപിക്കാം. ഏറ്റവും നല്ലത് പോലീസ് സ്റ്റേഷൻ, നേരിട്ട് പോലീസ് സ്റ്റേഷൻ. കാരണം കേസെടുക്കേണ്ടത് പോലീസ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ പോലീസ്, ഞാൻ പറയാം, ഞാനിപ്പോൾ 4-5 കൊല്ലമായി, എനിക്ക് ഏറ്റവും പ്രൊട്ടക്ടറായിട്ട് തോന്നിയിട്ടുള്ളത് പോലീസ് തന്നെയാണ്. ഈ കാര്യത്തിൽ വളരെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കേരള പോലീസ് ചെയ്യുന്നത് ഞാൻ ഇറസ്പെക്റ്റീവ് ഓഫ് അങ്ങനെ ഒന്നും ഞാൻ പറയില്ല. പക്ഷേ എനിക്കറിയാം, ഞാൻ 4-5 കൊല്ലമായി, പഴയ കേസുകളുണ്ട്, ഇപ്പോഴത്തെ കേസില്ല, പഴയ കേസുകളുണ്ട്. ഒരു കുട്ടി പോലും പോലീസിനെതിരെ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. അതല്ല, പോലീസ് ഒരു കോംപ്രമൈസിന് നിൽക്കില്ല കുട്ടികളുടെ കാര്യം വരും, അതല്ല കോംപ്രമൈസ് രണ്ടാമത്തെ വിഷയം. ബട്ട് ആ കുട്ടികളെ അപ്പം ഞാൻ പറയട്ടെ, എൻ്റെ വീട്ടിലൊരു കൊച്ചിനുണ്ടായി, ഒരു വീട്ടിലെ ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുടുംബം തകരുകയാണ്. ദേർ ആർ ഇൻ എ ഡൈലമൈൻ ട്രോമയിലോട്ട് ഒരിക്കലും ആ കുടുംബത്തിൽ വരാത്ത ഒരു ട്രോമ. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയായാലും ശരി, ആ വീട്ടിലെ ചെല്ല കുട്ടിയായിരിക്കും. ആ വീട്ടിലെ അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, മാമൻ, അങ്ങനെ എല്ലാവരും ഉള്ളൊരു ഫാമിലി ആയിരിക്കും. ആ ഫാമിലി ഇങ്ങനെ ഒരു സംഭവം വന്ന് ആ കുട്ടി സൈലൻ്റ് ആയാൽ ആ വീട് സൈലൻ്റ് ആകും. അപ്പോൾ അവർ അനുഭവിക്കുന്നൊരു ട്രോമയാണ്. ഇപ്പോൾ ഓടി രക്ഷകരായിട്ട് അവരെത്തുന്ന പോലീസിൻ്റെ അടുത്താണ്. പക്ഷേ പോലീസ് ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ് ഇൻ പോക്സോ കേസസ്. പോലീസ്, കാരണം എനിക്കറിയാം, ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസിൽ വളരെ അപൂർവമായിട്ട് 1-2 സംഭവമല്ല പോലീസിനെതിരെ ഒരൊറ്റ പരാതിയും ഇതുവരെ കിട്ടിയിട്ടില്ല. അവരൊരു പ്രൊട്ടക്ടറായിട്ട് വരേണ്ടത് പോലീസ് തന്നെയാണ്. പോലീസാണ് പിന്നെ അവരെ കാം ചെയ്യുന്നത്, ഇവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നത്, അവരെ വീട്ടുകാർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നത്. പിന്നെ പോലീസിൻ്റേതായിട്ട് ചില നടപടിക്രമങ്ങളുണ്ട്, മൊഴിയെടുക്കണം, അത് അവർക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല.